السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. صدق الله العظيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടത്തേക്ക് മുഹബ്ബത്ത് വെക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വഹാബത്തും താബിഈങ്ങളും കഴിഞ്ഞു പോയ മഹാരഥന്മാരും എത്രയാണ് ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്. നമുക്കും ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ട കൂട്ടുകാരെ. ഒരു അറാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിച്ചു, മതസാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാളുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് നീ ആ ദിവസത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചത്? അപ്പോൾ അറാബി പറയുന്നു, ഇല്ല നബിയേ, എന്നിൽ കുറെ നിസ്കാരമോ നോമ്പോ സദഖയോ എന്നിലില്ല നബിയേ. അപ്പോൾ ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണ് സ്നേഹിച്ചത് അവന്റെ കൂടെ ആയിരിക്കും നാളെ നീ ആഖിറത്തിൽ. അപ്പോൾ അറാബി പറയുന്നു, ഹുബ്ബുല്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, നമുക്ക് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്തുകളും സലാമുകളും ചൊല്ലി ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിച്ചാൽ നമുക്ക് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി നാളെ ആഖിറത്തിൽ വെച്ച് ഒരുമിച്ച് കൂടാൻ കഴിയും. മുഅ്മിനീങ്ങളെ, സഹാബത്തിന്റെ സ്നേഹം എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിന് അടങ്ങാത്ത ഇഷ്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. സഹാബത്തിനെല്ലാം ഇഷ്ടമായിരുന്നെങ്കിലും സൗബാൻ റളിയല്ലാഹു അൻഹുവിന് അടങ്ങാത്ത ഇഷ്കായിരുന്നു. ആ ഹബീബായ തങ്ങൾ കാണണം, അവിടുത്തെ പൂമുഖം കണ്ടിരിക്കണം, അവിടുത്തെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കണം. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്, ശരീരം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, തടി കുറഞ്ഞു പോയിട്ടുണ്ട്, നിറം മങ്ങിയിട്ടുണ്ട്, മുഖത്തിൽ വല്ലാതെ ടെൻഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, യാ സൗബാൻ, മാ ഗയ്യറ ലൗനുക, എന്താ സൗബാനെ, നീ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നല്ലോ. അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അങ്ങയെ കാണാതിരുന്നാൽ എനിക്ക് വിഷമമാണ്. അങ്ങയുടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അങ്ങയെ കാണുന്നില്ല എന്ന സങ്കടമുള്ളയാളാ. ഇന്നലെ ഞാൻ ആഖിറത്തെ കുറിച്ച് ഓർത്തുപോയി.
ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ കടന്നേക്കാം. തങ്ങളെ മറ്റു നബിമാരുടെ കൂടെ അല്ല, അതിനേക്കാൾ ഉയർന്ന ദർജയിലായിരിക്കുമല്ലോ. അങ്ങേ എങ്ങനെ കാണാനാ? ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങേ എങ്ങനെ കാണാനാ? ഞാനാണെങ്കിൽ താഴെ സ്ഥാനത്തിലാവില്ലേ? നോക്കൂ സുഹൃത്തുക്കളെ, സഹാബത്തിനെല്ലാം എത്ര ഇഷ്ടമായിരുന്നു ഹബീബായ തങ്ങളോട്. നമുക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കണ്ടേ കൂട്ടുകാരെ? നാം ദുനിയാവിൽ വെച്ച് എത്ര നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് കാണുന്നത്. എല്ലാത്തിനേക്കാൾ നല്ല രസമുള്ള കാഴ്ചയാണ് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖം കാണുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖദത്തിലും മനാമിലുമായി പുഞ്ചിരിച്ച പൂമുഖം കാണാൻ, പലതവണ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോട് ചേർത്ത് വെച്ച് എൻ്റെ വാദം അവസാനിപ്പിക്കട്ടെ. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തീങ്ങളെ എത്രയാണ് സ്നേഹിച്ചത് നിങ്ങൾക്കറിയുമോ? പരിശുദ്ധമായ മക്ക എന്ന രാജ്യം വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ الشكر علينا ما دعا لله دائم എന്ന ബൈത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് അവർ സ്വാഗതം ചെയ്തത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം സ്വഭാവം കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവിടുത്തെ സ്നേഹം കണ്ടുകൊണ്ട് മദീന നിവാസികൾ ചോദിച്ചു പോയി, അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഓ ഹബീബായ തങ്ങളെ, അങ്ങ് ഞങ്ങളെ ഉപ്പയാണോ അല്ല ഉമ്മയാണോ? ഒരു ഉമ്മയും ഒരു ഉപ്പയും കാണിക്കാത്ത സ്നേഹമാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾക്കറിയുമോ? മഹാനായ ഇമാമുൽ ഖല്ലൂബി റളിയല്ലാഹു അൻഹു അവിടുത്തെ നവാദിരിൽ എഴുതുകയാണ്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫൈദുൽ ഹാഫിദിലും എഴുതുകയാണ്, ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ഖബർസ്ഥാനിലാണ്. അങ്ങനെ ഖബറാളികളെ സന്ദർശിക്കുന്ന നേരത്തെ ഒരു ഖബറിൽ നിന്നൊരു നിലവിളിയാണ്, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഓ അല്ലാഹുവിന്റെ റസൂലേ, രക്ഷ തരണേ, ഞാൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, എനിക്ക് രക്ഷ തരണേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ
കരയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതാരുടെ ഖബറാണെന്ന് അറിയില്ല. ഉടനെ സൽമാനുൽ ഫാരിസി തങ്ങൾ വിളിക്കുകയാണ്, ഓ സൽമാനേ, മദീന നിവാസികളോടൊന്ന് പറയണം, അവിടെ ഒന്ന് അനൗൺസ് ചെയ്യാൻ, അവിടെ ഒന്ന് ആളുകളോട് വന്നിട്ട് ഖബർസ്ഥാനിലേക്ക് വന്നവരുടെ ബന്ധുക്കളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറയണേ സൽമാൻ. അങ്ങനെ മദീനക്കാർ മുഴുവനും ഖബർസ്ഥാനിലേക്ക് വരികയാണ്. അവരവരുടെ ബന്ധുക്കളെ ഖബറിന്റെ അടുക്കലേക്ക് നീങ്ങുകയാണ്. ഇതാരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞൊരു ഉപാധിയാണ്. പക്ഷേ ഈ ഖബറാളിയുടെ ഖബറിന്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല ഇതാരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മ വേച്ച് വേച്ച് നടന്ന് ഇരുന്നും നടന്നും മെല്ലെ മെല്ലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. വന്നപ്പോൾ ഈ ഖബറിന്റെ അടുക്കലേക്കാണ് വരുന്നത്. ചോദിച്ചു, ഉമ്മ ഇതാരുടെ ഖബറാണ്? അത് എന്റെ കരളിന്റെ കഷ്ണമായ മകന്റെ ഖബറാണ്. അല്ല ഉമ്മ, മകൻ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംതൃപ്തിയിലായിരുന്നോ? അതെ, എന്റെ നല്ല മോൻ തന്നെയായിരുന്നു. പക്ഷേ അവനൊരു ദിവസം മദ്യപിച്ചിട്ട് വണ്ണിനെ വർദ്ധിച്ചിട്ട് എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് എനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ അതും കൂടി ഒന്ന് പൊറുത്തു കൊടുക്കാമോ? ഉമ്മ വലിയ പ്രയാസത്തിലാണ് നിങ്ങളുടെ മകൻ. ഇല്ല ഇല്ല, അത് എനിക്ക് പൊറുത്തു കൊടുക്കാൻ കഴിയില്ല. കാരണം അവനൊന്ന് എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെയും പിന്നെയും പറഞ്ഞു, ഉമ്മ അവനൊന്ന് പൊറുത്തു കൊടുക്കാമോ എന്ന്. ഇല്ല ഇല്ല, ഹബീബായ തങ്ങൾക്ക് ഉമ്മാക്ക് വേണ്ടാക്കി എനിക്കും വേണ്ട എന്ന് പറഞ്ഞു ഒഴിയാമായിരുന്നു. പക്ഷേ തങ്ങൾ ഉമ്മാനേക്കാൾ വലിയ മുഹബ്ബത്തുള്ള നേതാവാണ്, എങ്ങനെ ഒഴിയാനാണ്? അവസാനം പറഞ്ഞു, ഉമ്മ ഖബറിന്റെ അടുക്കലേക്ക് ഇരുന്നേ. തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് തങ്ങൾ പ്രത്യേകമായി അവിടുന്ന് പറഞ്ഞപ്പോൾ ഖബറാളിയുടെ കരച്ചിൽ ഉമ്മ കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ് അന്നാറു അൻ യമീനി വഅൻ ശിമാലി. എന്റെ നാലു ഭാഗത്തും തീയാണ്, ഞാൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, രക്ഷ വേണേ എന്നിങ്ങനെ കരയുകയാണ്. കേട്ടില്ലേ ഉമ്മ, നിങ്ങളുടെ മകൻ ബേജാരിലാണ്, ശിക്ഷയിലാണ്. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് അഭ്യർത്ഥന നടത്തി. ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് ഖബറിൽ നിന്നുള്ള മറുപടിയാണ്, ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്. തങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം തരട്ടെ, എന്റെ അദാബ് നീങ്ങിപ്പോയി. ശഫാഅത്തി ലിഅഹ്ലിൽ കബായിർ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്ന നേതാവാണ്, നമുക്ക് വേണ്ടി സ്നേഹം തരുന്ന നേതാവാണ്. അതുകൊണ്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം വെക്കണം, പരമാവധി സ്വലാത്ത് ചൊല്ലണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഞങ്ങൾ പ്രചരിപ്പിക്കണം. അതിന് അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم.
ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, എന്താണ് ഖബർ എന്നുള്ളത്? ഖബറിന്റെ വിശേഷതകൾ എന്താണ്? ഖബർ പറഞ്ഞാൽ എന്താ അതിന് വിശേഷതകൾ? അതേ മഹാനായ ഉസ്താദ് പറയുന്നില്ലേ, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാവുടൻ വാവിട്ട് നീ കരയേണ്ടതാ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ചെറുപ്പക്കാരാ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റക്കാവുന്ന സ്ഥലം അത് ഒന്ന് മാത്രയാ, അത് ഖബറിലാണ്. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റക്കാവുന്ന സ്ഥലം അത് ഒന്നര മാത്രയാ, അത് ഖബറിലാണ്. അതേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏത് വിഷയം കേട്ടപ്പോൾ കരയാനില്ല. നരകത്തെ ശിക്ഷനെ പറ്റി പറയുമ്പോൾ കരയാനില്ല, പരലോകത്തെ ശിക്ഷനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല, മീസാനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല. ഏതുക്കും കരയാത്ത മാനവർകൾ ഖബറിനെ കുറിച്ച് കേട്ടപ്പോൾ, ഖബറിന്റെ വിഷയങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണിടാ. ചെറുപ്പക്കാരാ, മാനവർകൾ പൊട്ടി കരയാനിടാ. എന്തേ കാരണം? സ്വഹാബികളെ ചോദിക്കുന്നു, എന്റെ ഉസ്മാനെ എന്റെ ഉസ്മാനെ നരകത്തെ ശിക്ഷനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല, പരലോകത്തെ ശിക്ഷനെ കുറിച്ച് പറയുമ്പോൾ കരയാനില്ല. പിന്നെന്ത് ഉസ്മാനെ നിങ്ങൾ ഖബറിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾ പൊട്ടി കരയുന്നത്? പലാനമാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ? ഇന്നൽ ഖബറൽ അവ്വലു മൻസുലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം രക്ഷപ്പെട്ടതുപോലെയാ. അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വളരെ കടുപ്പമാണിടാ. ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവായ കാരുണ്യത്തിന്റെ കരളായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ ഖബറൽ അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദ മിൻഹു. നബി തങ്ങൾ പറയുന്നു, ഇന്നൽ ഖബറൽ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടാണിടാ, ആദ്യത്തെ വീടാണ് ഖബർ എന്നുള്ളത്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഖബറിൽ രക്ഷപ്പെട്ടാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം രക്ഷപ്പെട്ടതുപോലെയാ. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വളരെ കടുപ്പമാരുടെ ചെറുപ്പക്കാരാ, വളരെ സ്ട്രോങ് ആരുടെ ചെറുപ്പക്കാരാ. ചെറുപ്പക്കാരൻ ഞങ്ങൾ മനസ്സിലാക്കിയത് അത്തരം ഭയാനകമായ ഒരു ജീവിതമാണ് ഖബർ എന്നുള്ളത്. അതേ മഹാനായ ഉസ്മാൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ ഒരു ദിവസം നാട്ടിൽ ഉറമയത്തിന്റെ ജനാസത്തിന് വേണ്ടി പല്ലിംപറമ്പിലെ ഖബർ ചാർത്ത് പോവുകയാണ്. മയ്യത്തിന്റെ ജനാസം കഴിഞ്ഞതിന്റെ ശേഷം ഖബർ ദഫൻ ചെയ്തതിന്റെ ശേഷം ഉസ്മാൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. സ്വഹാബികളെ ചോദിക്കുന്നു, എന്റെ ഉസ്മാൻ അബ്ദുൽ അസീസ് നിങ്ങൾ വരുന്നില്ലേ? ദഫനും ജനാസകളെല്ലാം കഴിഞ്ഞല്ലേ, നിങ്ങൾ എന്താ വരുന്നില്ലേ അബ്ദുൽ അസീസ്? ഫലാൻ അബ്ദുൽ അസീസ് പറയുന്നത്, അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു 5 മിനിറ്റ് ഇവിടെ നിൽക്കരുത്, ഞാനൊരു 5 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്നെ വിളിക്കരുത്, ഞാനൊരു 5 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്നെ വിളിക്കരുത്. അങ്ങനെയാണ് സ്വഹാബികൾ തിരിച്ചു പോവുകയാണ്. ഫലാൻ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖബറിന്റെ ചാരത്ത് നടന്നു പോവുകയാണ്. സമയത്ത് ഒരേ സമയമായി ഉസ്മാൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മിണ്ടുന്നില്ല. ഫലാൻ ഖബർ ചോദിക്കുന്നു, എന്തേ അബ്ദുൽ അസീസ് എന്നോട് മിണ്ടുന്നില്ലേ? ഒരേ സമയമായല്ലേ ഇവിടെ വന്നിട്ട്, എന്തേ എന്നോട് മിണ്ടുന്നില്ലേ അബ്ദുൽ അസീസ്? ഫലാൻ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബർ പിന്നെയും കേട്ടു, നിന്റെ സ്വഭാവം നിനക്ക് വേണ്ടേ, നിന്റെ സ്വഭാവം നിനക്ക് പറയണ്ടേ? ഫലാൻ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു,
നിനക്ക് നിന്റെ സ്വഭാവം പലാണ് ഖബറിന്റെ സ്വഭാവം. ഖബർ പറയുന്നത് മസക്കത്തുൽ അക്ഫാർ വശദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഖബർ ദഫൻ ചെയ്തതിന്റെ ശേഷം അവന്റെ കണ്ണ് പിടിച്ചു വെക്കുകയാണ്. ഇത് മാത്രമല്ല, പിന്നെയും ഖബർ പറയുന്നു അവന്റെ ശരീരം മുഴുവനും പിടിച്ചു വെക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെയും പറയുന്നു അവന്റെ കഫനത്തൊരു വലിച്ചിട്ട് കീറുകയാണ്. ചെറുപ്പക്കാരാ, ഫലാൻ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട ഖബറേ, എന്നോട് നിന്റെ സ്വഭാവം പറയരുത്, നിനക്കത് കേൾക്കാനില്ല, ശക്തിയില്ല ഖബറേ. പല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ അവസ്ഥ ചെറുപ്പക്കാരാ. ആ മഹാനവർക്ക് ഖബറിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് കേൾക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെ അവസ്ഥ എന്താ? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു ഖബറിൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുന്ന ആൾമാരെ കൊടുത്തിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവരുടെ പെടുത്തട്ടെ. ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗത്തെ ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم صل مولاي صل وسلم داعيا عبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, എൻ്റെ വിർസത ചങ്ങായിമാരെ, എൻ്റെ മുന്നൽദിച്ച വിദ്യാർത്ഥികളെ, ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൂടിയവർ നല്ല ഒരു കാര്യക്രമത്തിലായിട്ടിക്കട്ടെ. ഈ സന്തോഷത്തെ ടൈമിൽ ഞാൻ നിങ്ങൾ മൂന്നുകൾ നിബിതങ്ങളെ വകയത്തിൽ വിശേഷമുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഫിർസത ചങ്ങായിമാരെ, മനുഷ്യന്മാരായ ഞങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ ഉള്ളത് ഒരേ ഒരു കാരണം, അത് ലോകത്തെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചൊല്ലത് കാണുക, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി തങ്ങളെ ഞങ്ങൾ ഈ ലോകത്തുപോലെ മഹാകാരുണ്യമായിട്ടായിട്ട് ഞങ്ങൾ കടത്തിരേ. ആ മഹാനേതാവിടെ പുകലിട്ട് തീരെ ചൊല്ലത് അസാധ്യമായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ജീവിതം അങ്ങനെയായിട്ടുണ്ട്. അതല്ലേ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് തങ്ങൾ പാടിയത്, വഅഹ്സനു മിൻക ലം തറകത്തു ഐനി وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബി തങ്ങളെ, നിങ്ങളാട്ടി ചന്തമുള്ള ബ്യൂട്ടിഫുള്ളായ ഒരേ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാണ്ടി ചന്തമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഓ തങ്ങളെ, നിങ്ങൾക്ക് ഒരേ ഒരു ന്യൂനതയും നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, നിങ്ങളെ പഠിച്ചതുപോലെ ആയതല്ലേ. ഈ രീതിയിൽ നബി തങ്ങളെ അങ്ങേ അട്ടം പ്രസവിച്ചിട്ട് ജീവിതം അതിന് വേണ്ടായിട്ട് മാത്രമേ ജീവിച്ച വലിയ മഹാന്മാരെ ജീവിതം ചരിത്രം ഞങ്ങൾ കേട്ടിട്ടിക്കുക. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ടായിട്ടിക്കുക നബി തങ്ങളെ അത്രയും പ്രസവിച്ചത്? അതേ, അതിന് കുറെ കാരണങ്ങളുണ്ടോ. ഞങ്ങൾ എല്ലാവരും മരിക്കുകയില്ലേ? മരിച്ചൽ പിന്നെ മഹ്ശറയിലെ മഹാമൈതാനത്ത് നിൽക്കുകൊണ്ടു സൂര്യതലയുടെ മുട്ടമേ കത്തിക്കൊണ്ടിക്കടെ. മനുഷ്യരെല്ലാവരും നഗ്നരായിട്ട് ആ ചൂടും സഹിച്ചിട്ട് എത്ര നാളുകളുടെ എത്ര നാളായെങ്കും മഹ്ശറത്ത് പുറത്തു പോകുക വേണ്ടിക്കുമ്പോ മനുഷ്യരെല്ലാവരും ഓരോ നബിമാരും മുട്ട പോണ്ടാര്. അള്ളാഹുടൊട്ട ഊടർ ഒന്ന് പുറത്തു പോകുക, അള്ളാഹുടൊട്ട ഊടർ ഒന്ന് പുറത്തു പോകുക പെർമിഷൻ കേൾക്കണോട്ട് ചൊല്ലാറ്. ആയെങ്ക ഒരേ ഒരു നബി തങ്ങ ആയെങ്ക ഒരേ ഒരു നബി തങ്ങ അള്ളാഹുടെ മുട്ട
പോകുക തയ്യാറാവില്ല. അങ്ങനെ അവസാനമായിട്ട് മനുഷ്യന്മാര് നബി തങ്ങളെ ഒട്ട പോയപ്പോ നബി തങ്ങളായിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തേ. അതുകൊണ്ട് ഫിർസത്തെ ചങ്ങായിമാരെ, ഞങ്ങളെ സ്വന്തം ബാപ്പവും അബ്ബവും ഇലങ്ങ ആരും ഞങ്ങളെ സഹായിക്കുകവത്തപ്പ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ രക്ഷപ്പെടുത്തുമ്പോ ബണ്ടെങ്കിൽ ഒരേ ഒരാള് അത് നബി തങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും നബി തങ്ങളെ വിശ്വസിക്കണമാവണോ. കാലി റബിയുള്ള അവ്വലിന്റെ ടൈമില് ആശിഖുർ റസൂൽ ആവുടങ്ങാവുക തീര അല്ലാഹു നമുക്ക് ആ നബി തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.